എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിപുരാതന ക്ഷേത്രമായ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിലാണ്. ആയിരം വർഷത്തിലധികം പഴക്കമുള്ള അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള മഹാക്ഷേത്രം. ഒറ്റ നോട്ടത്തിൽ ഈ ശിവക്ഷേത്രം ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പഴമയുടെ മാധുര്യം നിറയുന്നു. ഇവിടെ എത്തിയാൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സമാധാനവും ശാന്തിയും ലഭിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്നത് മതപരവും സാംസ്കാരികവുമായി ശില്പശാസ്ത്രപരമായും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം മധ്യ കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ചരിത്രം കൂത്താട്ടുകുളം എന്ന പേരിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ജനകീയ ഐതിഹ്യങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. കൂടാതെ ഒരേ സന്നിധിയിൽ പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരുടെ സാന്നിധ്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ്. ഇത് കേരളത്തിലെ ശിവക്ഷേത്രത്തിൽ കാണപ്പെടുന്ന അപൂർവ സവിശേഷതയാണ്. കൂടാതെ പാരമ്പര്യ വിശ്വാസങ്ങൾ അനുസരിച്ച് ഇവിടെ സ്വയംഭൂ പ്രതിഷ്ഠയായും കണക്കാക്കുന്നു. ഇനി ക്ഷേത്രത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ പറയുകയാണ് എങ്കിൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ തനത് വാസ്തുശൈലിയിലാണ്. ക്ഷേത്രത്തിനുള്ളിലെ ബലിക്കൽ പുരയിൽ മുകളിലായി രാമായണ കഥകൾ ശില്പരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. കൂടാതെ പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച് പുരാതന ചുവർ ചിത്രങ്ങളും മനോഹരമായ മരക്കൊത്തുപണികളും നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ ഇവിടെ 1000 ആളുകൾക്ക് ഇരിക്കാവുന്ന ഊട്ടുപുരയും 1,00,000 വിളക്കുകൾ തെളിയിക്കുന്ന വിളക്കുമാടവും ഇരുനില മാളികയും ഇവയൊക്കെ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു എന്നും പിന്നീട് ഇതൊക്കെ ഇല്ലാതായി എന്നൊക്കെ രേഖകളിൽ പറയുന്നു. ക്ഷേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് ഒടുവിൽ 2019 ഡിസംബർ 2 ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലായി. ഇതോടുകൂടി പുനരുദ്ധാരണ പദ്ധതികൾക്ക് സർക്കാർ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ക്ഷേത്രത്തിലെ വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് പറയാം. പ്രധാനമായും ജലം, പാൽ, ഇളനീർ തുടങ്ങിയവ ഉപയോഗിച്ച് മഹാദേവനെ അഭിഷേകം ചെയ്യുന്ന ശിവാഭിഷേകം എന്നത് പ്രധാന വഴിപാടാണ്. കൂടാതെ പുഷ്പാഞ്ജലി, ഗണപതി ഹോമം, കളഭം ചാർത്ത്, പ്രദോഷപൂജ, നെയ്വിളക്ക്, ഭഗവത് സേവ മുതലായ വഴിപാടുകൾ ഭക്തർ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഇവിടെ നടത്തുന്നു. ഇവിടെ മഹാദേവന്റെ തിരുനട എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 10:30 വരെയും അതുപോലെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയുമാണ് നട തുറക്കുന്നതും അടയ്ക്കുന്നതും. മഹാശിവരാത്രി നാളിൽ ഇവിടെ വിപുലമായ ആഘോഷങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഏത് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ഭഗവാന് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത്
പ്രശ്ന പരിഹാരത്തിനും മഹാദേവൻ നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രധാന വിശ്വാസം. ചരിത്രപ്രസിദ്ധമായ ഈ പുണ്യ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ദർശനം നടത്തണം എങ്കിൽ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം എന്ന സ്ഥലത്ത് എത്തിയാൽ ഏകദേശം 500 മീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാം. MC റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ എത്തുകയാണ് എങ്കിൽ അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ 5 മിനിറ്റ് മതിയാകും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വരെയാണ് എത്തുന്നതെങ്കിൽ ഏകദേശം 12-15 കിലോമീറ്റർ അകലം മാത്രമാണ് മൂവാറ്റുപുഴയിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. തൊടുപുഴയിൽ നിന്നുമാണെങ്കിൽ ഏകദേശം 18-20 കിലോമീറ്ററാണ് ഏകദേശം ദൂരം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. കൂടാതെ റെയിൽവേ രീതിയിലും നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ ആലുവ ഇവിടെ എത്തിച്ചേർന്ന് അവിടെ നിന്നും റോഡ് മാർഗം മഹാശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. 1000-ൽ-അധികം വർഷം പഴക്കം ചെന്ന ശ്രീ മഹാദേവൻ്റെ ക്ഷേത്രവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.